വാഹനമിടിച്ച് പരിക്കേറ്റ ചിന്താ ജെറോം ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ നിന്നും നടന്ന സംഭവങ്ങൾ കർമാന്യൂസിനോട് വിശദീകരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസുകാർ കരുതിക്കൂട്ടി തന്റെ വയറിലും തുടഭാഗത്തും കാർ പിന്നോട്ടെടുത്ത് ഇടിപ്പിക്കുകയായിരുന്നു എന്നും ചിന്താ ജെറോം വ്യക്തമാക്കി. ആശുപത്രിയിൽ അവശ നിലയിലാണിപ്പോൾ ചിന്താ ജെറോം. എത്രയും പെട്ടെന്ന് സുഖമായി തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് മടങ്ങി വരാൻ ചിന്താ ജെറോമിന് ആശംസകൾ നേരുകയാണ്. ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ചിന്താ ജെറോം സംസാരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഞാൻ ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ പാനലിസ്റ്റായിട്ട് പങ്കെടുക്കാൻ തിരുമുല്ലവാരം ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ ചാനൽ ചർച്ച കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ചാനൽ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളരെ സംഘടിതമായിട്ട് വന്ന് ബഹളം വയ്ക്കുകയും അലങ്കോലപ്പെടുത്തുകയും മറ്റാരെയും സംസാരിക്കാൻ സമ്മതിക്കാതെ ബഹളം വയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 1-2 തവണ ചർച്ചയ്ക്കിടയിൽ തന്നെ നിർത്തിവെച്ചു ചർച്ച, ഈ ബഹളം കാരണം. പിന്നീട് ചർച്ച പുനരാരംഭിച്ച് ചർച്ച അവസാനിച്ച ശേഷം വളരെ സൗഹൃദപരമായി അവിടെ വന്ന നാട്ടുകാരുമായിട്ടെല്ലാം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒരു ഫൈസൽ കുഞ്ഞുമോൻ അവിടെ പെട്ടെന്ന് അടുത്തേക്ക് വരികയും എൻ്റെ അടുത്ത് വന്നിട്ട്, ചേച്ചി പറയുന്നതൊക്കെ ചേച്ചിയുടെ അമ്മ പഠിപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. അപ്പം കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം പറഞ്ഞു, പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് നിങ്ങളങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നാട്ടുകാർ കൂടി പിടിച്ചുകൊണ്ടങ്ങ് പോയി. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ആ സമയത്ത് അവിടെ വന്നിരുന്നു. പിടിച്ച് അദ്ദേഹത്തെ അങ്ങ് മാറ്റി. ഇദ്ദേഹം കുറച്ച് ദിവസങ്ങളായി എന്നെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് ഞാൻ ഈ ഇലക്ഷന് ശേഷം പോയിട്ടുള്ള എല്ലാ ചാനൽ ചർച്ചകൾക്കകത്ത് ഇയാൾ വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പലരും വരുന്നത് പോലെ ഇദ്ദേഹം വരുന്നതാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ രീതി ഇപ്പം ഞാൻ ആലോചിക്കുമ്പം പലപ്പോഴും പലതാണ്. കൊല്ലം ബീച്ച് വെച്ച് നടന്നൊരു ചാനൽ ചർച്ചയിൽ പുള്ളി ഭയങ്കര പ്രകോപിതനായിട്ട് സംസാരിക്കുക. എൻ്റെ അടുത്ത് ഇതൊക്കെ ചർച്ചയ്ക്ക് അകത്തുള്ളതല്ല, ചർച്ച കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ചർച്ച കഴിഞ്ഞാൽ ഉടനെ പോകുമല്ലോ, അവിടെ ഉള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം നിന്നിട്ടാണല്ലോ പോകുന്നത്. അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം വളരെ പ്രകോപിതനായിരുന്നു. ഇദ്ദേഹം വന്ന് ദേഷ്യപ്പെട്ടു. ഇതൊക്കെ ഞാൻ ചിരിച്ച് കുഴപ്പമില്ല, അയാൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കേട്ട് അങ്ങ് പോകുമായിരുന്നു. അന്ന് ബീച്ചിൻ്റെ അവിടെ വെച്ചുള്ള ചർച്ചയ്ക്ക്. എന്നാൽ അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ച കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിലുണ്ടായിരുന്നപ്പം ഇതേ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചർച്ചയ്ക്കകത്ത് വളരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ക്യാമറ ഓണായിരുന്നപ്പോൾ പുള്ളി വ്യക്തിപരമായി അപമാനിക്കുന്ന നിലയിൽ ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഞാനത് മൈൻഡ് ചെയ്യാതെ ചിരിച്ചങ്ങ് തള്ളി. മറുപടി പറയേണ്ട കാര്യമല്ല, ഞാനതങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട്, ചേച്ചി ഒരു ഫോട്ടോ എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ച ഒരാൾ പെട്ടെന്ന് അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാം. ഞാൻ എന്താ വാന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോയും ഒരുമിച്ച് എടുത്തു. അതൊക്കെ ഒരു ഗൂഢാലോചനയായിരുന്നോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ തിരുമുല്ലവാരത്ത് വന്നപ്പോൾ വന്ന് അമ്മയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയത്. അത് കഴിഞ്ഞ് ഈ സംഭവം ഉണ്ടായ ദിവസം ഇദ്ദേഹത്തെ നാട്ടുകാർ കൂടി മാറ്റി ഞങ്ങൾ അവിടെ ഒരു പടിക്കെട്ട് കയറിയാണ് വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം, അങ്ങോട്ടേക്ക് പോയി. നാട്ടുകാരും പോലീസും എല്ലാം ഉള്ള സ്ഥലത്തൂടാണ് ഞങ്ങൾ നടന്ന വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സമയത്ത് മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വലിയ അവിടെ സംസാരങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ കാറ് പിന്നോട്ട് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ വയറ്റിലും തൊടയിലുമായിട്ട് വാഹനത്തിൻ്റെ പിൻഭാഗം ഇടിക്കുകയായിരുന്നു. അപ്പം വയറ്റത്ത് എനിക്ക് നല്ല വേദന ഉണ്ടായി. അപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന നാട്ടുകാരെല്ലാം വന്നു. എനിക്ക് തൊട്ടടുത്ത് തന്നെ നാട്ടുകാരുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് മറിഞ്ഞു വീഴാഞ്ഞത്. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ എന്നെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. പക്ഷെ എൻ്റെ വാഹനം ആ സമയത്ത് നമ്മുടെ ഒരു സഖാവ് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ അവിടുന്ന് നേരെ ഇങ്ങ് ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. വന്നപ്പോൾ ഈ വയറ്റിൽ ഡോക്ടർ പ്രാഥമിക പരിശോധനയിൽ ചതവുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പം വിവിധ സ്കാനുകൾ എടുത്തു. ഇന്നലെ ഇപ്പോൾ MRI സ്കാൻ എടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നിപ്പോൾ വരുത്തേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും, വന്ന് നോക്കിയിട്ട് ബാക്കി പറയാം. ഇപ്പോൾ പെയിൻ കില്ലർ ഉള്ളതുകൊണ്ട് ആ വേദനയുടെ ഒരു
അത്ര ഒരു വേദന കുറച്ച് കുറവുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് ഇത്രയും ആയത്. മറിഞ്ഞ് വീഴുകയോ വാഹനം പിന്നോട്ടെടുത്ത് പോവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സംഘർഷം ഉണ്ടാവാതെ ആത്മസംയമനത്തോടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ പ്രവർത്തകരെല്ലാവരും നിന്നു, നാട്ടുകാരും നിന്നു. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാതെ പോയി. ഇത് ചൂടുപിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. വളരെയധികം പാർട്ടിക്ക് ആത്മാർത്ഥമായിട്ട് ഈ ചൂടത്ത് ഓടി നടന്ന് പാർട്ടി പ്രവർത്തനം നടത്തേണ്ട ഒരു സമയം കൂടാണ്. ഇത്തരത്തിലൊരു മനഃപൂർവ്വമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ ഒരു അപകടം വരുത്തി വെച്ചത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിൽ തന്നെയും ഈ ഒരു പരിക്ക് കൊണ്ട് മനസ്സിന് ആഘാതമായിട്ടുള്ള ഈ പ്രചരണത്തിന് എത്താൻ പറ്റാതെ ഇരിക്കുമെന്നുള്ളൊരു വിഷമം വളരെയധികം ബാധിക്കത്തില്ല. ഈ പരിക്കിനേക്കാൾ കൂടുതൽ ബാധിക്കുന്ന ആ മാനസികമായിട്ടുള്ള വേദന ആയിരിക്കുമോ? എനിക്ക് 13-ം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 14 വിഷു ദിനമാണ്. അപ്പം വിഷുവിന് 14-ന് 13 രാത്രി മുതൽ വിഷു പൂർണ്ണമായി ആശുപത്രിയിലായിരുന്നു. ഇപ്പം ഇന്നും ആശുപത്രിയിൽ തന്നെയാണ്. വിഷു ദിനത്തിലൊക്കെ യഥാർത്ഥത്തിൽ എല്ലാ വീടുകളിലും എല്ലാവരും ഉള്ളപ്പോൾ നമ്മളൊക്കെ ഒന്ന് ചെന്ന് പരിചയക്കാരെയും സുഹൃത്തുക്കളെയൊക്കെ കണ്ട് മുകേഷിന് വേണ്ടി വോട്ട് ചോദിക്കണമെന്നൊക്കെ മനസ്സിൽ കരുതിയിരുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ DYFI, AYF, മറ്റ് ഇടതുപക്ഷ യുവജന സംഘടനകളെല്ലാം ചേർന്ന് LDYFന്റെ സ്ക്വാഡ് ഇറങ്ങുന്ന ദിവസമായിരുന്നു 14-ം 15-ഉം ഒക്കെ. അതിലൊക്കെ പങ്കെടുക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിലിരുന്നതാണ്. പിന്നീട് 14-ം തീയതി വൈകുന്നേരം, വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം തങ്കശ്ശേരി മുതൽ ഒരു വലിയ യുവജന റാലിയും പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാം നന്നായി ചെയ്തു. പൂർത്തീകരണത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ പ്രയാസമുള്ളത്. പിന്നെ വേദന പിടിച്ച സമയത്ത് നല്ല വേദനയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഈ വേദനയുടെ ഇഞ്ചക്ഷനും അതോടൊപ്പം ഗുളികയൊക്കെ കഴിക്കുമ്പോൾ വേദന കുറവുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞത് റിസൾട്ടുകളെല്ലാം വന്ന ശേഷം മതി, ബാക്കി റെസ്റ്റ് എന്ന് വരെ വേണം എന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെങ്കിലും ഇറങ്ങാൻ കഴിയും എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം പോലെ ചെയ്തു. ഇത്തരം അക്രമങ്ങൾ ആരും മുതിരരുത്. അതിനൊന്നും പരിഹാരമില്ല. ഒരു യുവതിയായ ഒരു പൊതുപ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള യുവതിക്ക് നേരെ ഇത്തരത്തിലൊരു അക്രമം ഒരിക്കലും ശരിവെക്കുന്നില്ല. കുറ്റക്കാർക്കെതിരെ അതിന് കർശനമായ നടപടി ഉണ്ടാവട്ടെ. എത്രയും പെട്ടെന്ന് ശ്രീ ചിന്താ ജെറോം സുഖം പ്രാപിച്ച് പൊതുജീവിതത്തിലേക്കും പൊതുസമൂഹത്തിലേക്കും മുന്നിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.